ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗിരിപ്രഭാഷണത്തിലെ ഭാഗ്യവർണ്ണനയിൽ രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ്. ഈ ലോകത്തിൻ്റെ നീതിശാസ്ത്രപ്രകാരം ദുഃഖം ഭാഗ്യകരമോ ആശ്വാസപ്രദമോ അല്ല. മനുഷ്യജീവിതം സുഖദുഃഖ സമ്മിശ്രമെന്ന് നാം എല്ലാവരും അറിയുന്നു. എങ്കിലും സർവ്വമനുഷ്യരും സുഖത്തിൽ ആനന്ദിക്കുകയും ദുഃഖത്തിൽ നിരാശിതരാകുകയും ചെയ്യുന്നു. ചില ദുഃഖങ്ങൾ സ്വാഭാവികമാണ്. പ്രിയപ്പെട്ടവരുടെ മരണം ദുഃഖകരമാണ്. ഈ ദുഃഖത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടായിരിക്കാം. എന്നാൽ ഇതിൽ നിന്നും ആരും ഒഴിവുള്ളവരല്ല. മരണം പ്രകൃതി നിയമമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രയെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ചില ദുഃഖങ്ങൾ നാം സ്വയം വരുത്തി വയ്ക്കുന്നവയാണ്. സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ സർവ്വമനുഷ്യരും പരീക്ഷിക്കപ്പെടുന്നു. നാനാ പരീക്ഷകളാൽ സർവരും ദുഃഖിക്കുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. മരണം രണ്ടു വിധത്തിൽ മനുഷ്യരിൽ പ്രവേശിക്കുന്നു: ആത്മീയ മരണവും ശാരീരിക മരണവും. ആത്മീയ മരണത്തെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരോ ഭയക്കുന്നവരോ അല്ല. സൃഷ്ടികർത്താവായ ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ് ആത്മീയ മരണം. ആത്മീയ മരണം പ്രത്യാശയില്ലാത്ത ജീവിതത്തിലേക്കും നിരാശയിലേക്കും ദുഃഖത്തിലേക്കും നയിക്കുന്നു. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ മരിക്കുമല്ലോ എന്നതാണ് അവൻ്റെ ചിന്ത. തൻ്റെ പ്രവൃത്തികളാൽ അവൻ തൻ്റെ ജീവിതത്തെ നിത്യനരകത്തിലേക്ക് നയിക്കുന്നു. ശാരീരിക മരണം പ്രിയപ്പെട്ടവരോടും ഈ ലോകത്തോടുള്ള വേർപാടാണ്. ഈ മരണത്തെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരും ഭയപ്പെടുന്നവരുമാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നുവെന്ന് ബൈബിൾ പറയുന്നു. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. ദുഃഖിക്കുവാനുള്ള കഴിവ് ദൈവികമാണ്. ദുഃഖിക്കുക എന്നത് ഒരുവൻ്റെ വളർച്ചയുടെയും അറിവിൻ്റെയും ലക്ഷണമാണ്. ജീവിതത്തിലെ വരും വരായ്മകളെ വേണ്ടവണ്ണം ഗ്രഹിക്കാത്തവരാണ് ദുഃഖിക്കാതിരിക്കുന്നത്. ആ ലേഖനം നിങ്ങളെ കുറേ നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നതുകൊണ്ട് മുമ്പേ അനുദപിച്ചു എങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ എന്ന് വിശുദ്ധ പൗലൂസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വാമൊഴിയായും വരമൊഴിയായുമുള്ള ശിക്ഷണം അനുതാപത്തിലേക്ക് നടത്തുന്നതിനാൽ നാം അതിനെ അവഗണിക്കരുത്. ഏതു ശിക്ഷണവും തൽക്ഷണം ദുഃഖകരമെന്ന് തോന്നുമെങ്കിലും അത് ആശ്വാസത്തിനും മാനസാന്തരത്തിനും കാരണമാകുന്നു. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. സർവ്വമനുഷ്യരും തങ്ങളുടെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്നവർ ആകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്ന പാപിയായ മനുഷ്യനെ രക്ഷിപ്പാനാണ് ക്രിസ്തു മനുഷ്യപുത്രനായി നമ്മുടെ ഇടയിൽ പാർത്തത്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് യോസഫിനോട് അരുളപ്പാടുണ്ടായി. രക്ഷിക്കപ്പെട്ടവൻ വിശുദ്ധീകരണത്തിലേക്ക് നടക്കണം. ദൈവിക വിശുദ്ധിയെക്കുറിച്ചുള്ള ആഴമായ അറിവ് പ്രാപിക്കുന്തോറും അവൻ തൻ്റെ അശുദ്ധിയെക്കുറിച്ചുള്ള ആഴമായ ദുഃഖം അനുഭവിക്കുന്നു. ആ ദുഃഖം അവനെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നു. മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ദുഃഖവും വിശുദ്ധിയിലേക്ക് നയിക്കുന്ന ദുഃഖവും ഒരുവൻ്റെ രക്ഷയ്ക്കും വിശുദ്ധീകരണത്തിനും കാരണമാകുന്നു. ആ ദുഃഖം അവൻ്റെ ജീവിതത്തിൽ ആശ്വാസമായിത്തീരുന്നു. ഇപ്രകാരം ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും.